ദൈവത്തിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 6-ാമത്തെ അധ്യായം വരെയാണ് ചിന്തിച്ചത്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പലവട്ടം പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കാരന് ഫലപ്രദമായ വിളവ് നൽകുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചുട്ടുകളയ അത്രേ അവസാനം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും എന്നൊക്കെയുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരാതെ നമുക്ക് പാപബോധം ഉണ്ടാകുകയില്ല, സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുകയില്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുകയില്ല. അപ്പം കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച് ഇവിടെ പ്രവർത്തിച്ച് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധവും ബോധ്യവും ഒക്കെ തന്ന് എല്ലാം ശരിയാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ കളയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ദൈവം ഒരു രീതിയിലും സ്വർഗത്തിലെത്തിക്കുകയില്ല. അങ്ങനെയുള്ളവരെ ചുട്ടുകളയുകയാണ് ചെയ്യുന്നത്. അതിനെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലര് ഈ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഒരിക്കൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശു കർത്താവെ എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്ത് തെറ്റ് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും സ്വർഗരാജ്യത്തിൽ കാണും എന്നുള്ള ഒരു ധാരണ കൊടുക്കുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോകണം. പഴയത് കഴിഞ്ഞു പോയി, ഇതൊക്കെയും പുതുതായി തീർന്നിരിക്കുന്നു. അത് നമുക്കറിയാവുന്ന വേദഭാഗം 2:5-17. അപ്പം ഒരു അവസാനം ഉണ്ടാകണം. ഏതിനാ? പഴയ ജീവിതത്തിൽ. ഒരു പുതിയ ജീവിതത്തിന് ആരംഭം ഉണ്ടാകണം. അതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ് പൗലോസിന്റെ ജീവിതം. പൗലോസിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ആളായിരുന്നു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ അവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അതിനുശേഷം കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കാനും അതുപോലെ പീഡ സഹിക്കാനും അവസാനം രക്തസാക്ഷിയാകാനും ഒരുക്കമുള്ളവനായി തീർന്നു. അത് ആരംഭം മുതൽ അവസാനം വരെ, വല്ലപ്പോഴും അല്ല, ആണ്ടുതോറുമല്ല, കൺവെൻഷന്റെ സീസണിലല്ല, ത്രൂ ഔട്ട് ആരംഭം മുതൽ അവസാനം വരെ സ്ഥിരതയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? വിശ്വാസന നായകനും പൂർത്തിവരുന്നതിനായ യേശുവിനെ നോക്കുക, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ ഓടുന്നവരെ, എങ്ങനെയെങ്കിലുമൊക്കെ ഓടി തികയ്ക്കുന്നവരൊന്നും ദൈവത്തിന് വേണ്ട. അങ്ങനെ തട്ടിയും മുട്ടിയും തലോടിയും ഒക്കെ കുറച്ചു പേരെ ആള് കൂട്ടുന്ന പരിപാടിയൊന്നും ദൈവത്തിന്. ഇത് സംഘടനയല്ല, സംഘം പരിപാടിയൊന്നുമല്ല. ദൈവം സംഘടനാ പരിപാടി നടത്തുന്നില്ല. ദൈവം വാസ്തവമായിട്ട് രക്ഷിക്കുന്നവരെ അവർക്ക് കൃപ നൽകി മുമ്പോട്ട് നടത്തുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടാനും കൃപയിൽ ജീവിക്കാനും ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ രക്ഷ. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സഭയുടെയോ സംഘടനയുടെയോ അംഗമായതുകൊണ്ടോ അവിടുത്തെ വിശ്വാസി ആയതുകൊണ്ടോ മാസ്റ്റർ ആയതുകൊണ്ടോ ഒന്നും സ്വർഗരാജ്യത്തിൽ കാണുകയില്ല. അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, അനേകര് കടക്കാൻ ആഗ്രഹിക്കും, കടക്കുന്നവരോ ഇന്നലെ വായിച്ച് കേൾപ്പിച്ചല്ലേ, കടക്കുന്നവരോ ചുരുക്കം. എന്നിട്ട് കർത്താവ് കുറച്ചുകൂടെ കടത്തി പറഞ്ഞു, അതുകൊണ്ട് എന്താണ്? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടും. അതായത് സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് എന്താണ്? 2 വാതിലുണ്ട്. ജീവനിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതാണ്, അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. അവിടെ നിയന്ത്രണമൊന്നുമില്ല, നിയമങ്ങളൊന്നുമില്ല. അതേ സമയത്ത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വളരെ വ്യക്തമായ കൽപ്പന കൊടുത്തിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ കൽപ്പന മുഴുവനും അനുസരിക്കണം. നമുക്ക് അത് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചാണ് എൻ്റെ വിശ്വാസം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങളൊക്കെയും പ്രമാണിച്ചടക്കണം. വായിക്കുന്നില്ല, ഇവിടെ വായിച്ച് കേൾപ്പിച്ച ആവർത്തന പുസ്തകം 28-ന്റെ ആരംഭം വായിച്ചു. അവിടെ നാം വായിക്കുന്നു സകല കൽപ്പനകൾ. എന്താ ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളതൊക്കെ
അനുസരിക്കാന്നല്ല, സകല കൽപ്പന. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വായിച്ചു നോക്കിയോ? ഇല്ലേ? സകല കൽപ്പനകൾ. അല്ലാതെ നമുക്ക് തോന്നുന്നതൊക്കെ തെരഞ്ഞെടുക്കാനല്ല പറഞ്ഞത്. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ സുഖമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്താ ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് തിരുത്താവുന്നതല്ല ദൈവത്തിന്റെ കൽപ്പനകൾ. ദൈവത്തിന്റെ ഉപദേശമല്ല, ദൈവത്തിന്റെ കൽപ്പനകളാണ്, ഓർഡറാണ്. അപ്പം ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം, അതെന്റെ ചേട്ടൻ പറഞ്ഞാണ്, അനിയൻ പറഞ്ഞാണ്, അമ്മാച്ചൻ പറഞ്ഞാണ്, കൊച്ചമ്മ പറഞ്ഞ് തിരുത്താനൊന്നും പറ്റത്തില്ല. നമ്മളിവിടെ മുഖപക്ഷം കാണിക്കും. എന്നാൽ മുഖപക്ഷം ഇല്ലാത്തവനെ നാം പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചു. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ മക്കളുണ്ട്. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൃത്യമായിട്ട് പ്രതിഫലം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. തക്കവണ്ണം നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളും സകല പ്രവൃത്തികളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നാം എല്ലാവരും വചനം പറയുന്ന ആളും കേൾക്കുന്ന ആളും നാം എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മുഖപക്ഷമില്ലാത്തൊരു ദൈവത്തെ, കൃത്യമായിട്ട് പ്രതിഫലം എല്ലാവർക്കും കൊടുക്കുന്നൊരു ദൈവത്തെ നാം കർത്താവെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഇഷ്ടാനുസരണം ആടിയും പാടിയും സംഘടനാ പ്രവർത്തനവും ചെയ്ത് പാരയും വെച്ച് വേലയും വെച്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കാണത്തില്ല. ഇവിടുത്തെ നേതാവായിരിക്കാം, സെൻട്രൽ പാസ്റ്റർ ആയിരിക്കാം, അല്ലേ, കൺവെൻഷൻ പ്രസംഗനായിരിക്കാം, ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവനായിരിക്കാം, എന്നാൽ അവിടെ കാണത്തില്ല. അതുകൊണ്ട് വളരെ ഭയത്തോടെ വേണം ദൈവത്തെ സേവിക്കാൻ. അതാണ് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം. അത് നാം മറന്നു പോകരുത്. അപ്പം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇന്ന് ശാല സ്പീഡിൽ പോയെങ്കിലേ ഉള്ളൂ. അപ്പം 6-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള ദൂതെന്താണ്? പലവട്ടം പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്തവന് അനകരമായ സസ്യാദികളെ വിളയിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ചുട്ടുകളക അത്രയും അതിന്റെ അവസാനം. അതുകൊണ്ട് ഇവിടെ വെച്ച് അദ്ദേഹം സ്നാനപ്പെട്ടതാണ്, അങ്ങനെ ചെയ്താണ്, ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ആശ്വസിപ്പിക്കും. ആശ്വാസം അല്ലാതെ നമ്മൾ ഒരാൾ മരിച്ചു കിടക്കും വേറെ ഒന്നും പറയാനുള്ളൂ. എന്നാൽ കഴിവുള്ളിടത്തോളം കള്ളം പറയാതിരിക്കുന്നത് നല്ലത്. കാരണം മരണസമയത്തൊക്കെ നമുക്ക് ശുശ്രൂഷയൊക്കെ തരും, അവസരം തരും. നമ്മുടെ അവസരം തരുമ്പം അവിടെ എന്താ പറയേണ്ടതെന്ന് അവിടെ വിഷമിക്കും. മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പറയുന്ന നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടോ നമ്മളങ്ങ് ഉടലോടങ്ങ് സ്വർഗത്തിലേക്ക് വിട്ടതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. മുഖപക്ഷമില്ലാത്ത ദൈവം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിശ്ചയിക്കും, തീരുമാനിക്കും. അത് നമ്മൾ മറന്നുപോകരുത്. അപ്പൊ ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ 6-ാം അധ്യായത്തിന്റെ
അവസാനത്തെ ഖണ്ഡിക. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞത് കൊണ്ട് ആണയിട്ട് അവന് വാഗ്ദത്തം കൊടുത്തു. അത് കണ്ടോ ഖണ്ഡിക? അപ്പം ദൈവത്തെക്കാളും വലിയൊരാളിന്റെ പേര് പറഞ്ഞു നമ്മുടെ ദൈവത്താണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാറില്ല വിശ്വാസികൾ. അപ്പൊ നമ്മളെക്കാളും വലിയ ഒരാളിന്റെ പേര് ഉദ്ധരിച്ചാണ് നമ്മൾ പറയുന്നത്, ആണയിട്ട് പറയും. എന്നാൽ ദൈവത്തെക്കാളും വലിയ ആളൊന്നും ഇല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഞാൻ സത്യം ചെയ്തു, അനുദപിക്കുമില്ല എന്ന് നാം വായിക്കുന്നു. ഇവിടെ പറയുകയാണ്, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞതുകൊണ്ട് ആണയിട്ട് അവന് വാഗ്ദത്തം കൊടുത്തു, സത്യം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 12:2. ആയതിനാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നും ഉറപ്പുള്ളതാണ്, സത്യം. കർത്താവ് തന്നെ സംസാരിക്കുമ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ്? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനും യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം ജീവനെ കാണുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. മറന്നുപോയി. അവൻ നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ പറയും രക്ഷ സൗജന്യമാണ്. തീർച്ചയായിട്ടും സൗജന്യമാണ്. രക്ഷയ്ക്ക് വേണ്ടി ദൈവം 75% പ്രവർത്തിക്കുന്നു. നമ്മളൊരു 25% കൂടെ ചെയ്യുമ്പോൾ രക്ഷയാകുമെന്ന് വേദവസ്തം പഠിപ്പിക്കുന്നില്ല. പഴയ നിയമത്തിലെ ന്യായപ്രമാണം നമുക്ക് എന്താണ് തരുന്നതെന്ന് ചോദിച്ചാൽ പാപത്തെക്കുറിച്ചുള്ള ബോധം തരും. നമ്മൾ പാപിയാണ്, കുറ്റവാളിയാണെന്നുള്ളത് മനസ്സിലാക്കി തരും. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? അങ്ങനെ കുറ്റവാളിയായി വഴിമുട്ടി നിൽക്കുന്ന വ്യക്തിയോട് പറയാണ്, നീ എന്നിൽ വിശ്വസിക്കാൻ, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, രക്ഷ കിട്ടും. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് വേണം? യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം. കർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ. വില കൊടുത്ത് വാങ്ങപ്പെട്ട ഒരു അടിമയുടെ വില കൊടുത്തവന്റെ പേരാണ് യജമാനൻ. മനസ്സിലായി? പഴയ കാലത്ത് അടിമ കച്ചവടം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരു അടിമയെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ച ആളിന്റെ പേരാണ് യജമാനൻ, ലോഡ്. ആ വാങ്ങപ്പെട്ട വ്യക്തിയുടെ പേരാണ് ദാസൻ, സ്ലേവ്. അപ്പം യേശു കർത്താവിനെ കർത്താവെന്ന് വാഗം കേട്ടു പറയണം. ഇനി എന്റെ യജമാനൻ യേശുവാണ്. ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കുകയും വേണം. മനസ്സിലായി? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം. യേശുവിന്റെ യജമാനാണെന്ന് വാഗുകൊണ്ടും പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ വഴി വെച്ചു, ഓളെ ഭർത്താവിന്റെ പേരെന്താ? അതിപ്പോ സമയമില്ല അമ്മച്ചി, അത് പിന്നെ പറയാം. അങ്ങനെ പറയൂ? ഒരിക്കലും പറയട്ടെ. പറയൂ? എനിക്കിപ്പോ സമയമില്ല പറയാനെന്ന് പറയൂ. അതുപോലെ ശത്രുത വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറയൂ, ഉടനെ തന്നെ ഭർത്താവിന്റെ പേര് പറയും. അപ്പം അവിടെ മനസ്സിൽ എപ്പോഴും ആ ഓർമ്മയുണ്ട്, എന്റെ ഭർത്താവ് ഇന്നാരാണ്, ഇല്ലേ? ഇതുപോലെയുള്ള ബോധ്യവും സാക്ഷ്യവും ഓരോ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കും ഉണ്ടായിരിക്കും. ഹൃദയത്തിലൊരു ബോധ്യം, എന്റെ കർത്താവ്, എന്റെ യജമാനൻ യേശുവാണ്. സാക്ഷ്യം പറയുമ്പോഴും പറയണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ആ ഒരു അനുഭവത്തിലേക്ക് വരാതെ എങ്ങനെയെങ്കിലുമൊക്കെ തടവിക്കൂട്ടി സഭയിലെ 10 ആള് കൂടണം. എത്ര കുടുംബമുണ്ട്? 25 കുടുംബമുണ്ടെന്ന് പറയണം. അതിന് എങ്ങനെയെങ്കിലുമൊക്കെ തടവി കൂട്ടി 10 പേരെ കൂട്ടിയിട്ടുണ്ടെന്നും ദൈവം അംഗീകരിക്കുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ ആള് കൂട്ടുന്ന പരിപാടിയില്ല. ദൈവം അങ്ങനെ പാർട്ടിക്കാരനുമല്ല. വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ കാണുകയുള്ളൂ. അവരുടെ യോഗ്യതകളെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇവിടെ 7-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ 1-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചപ്പോൾ ഫൈനലായിട്ടുള്ള റെവലേഷൻ, അവസാനം അന്തിമമായിട്ടുള്ള വെളിപ്പാട് തരാനായിട്ട് ദൈവം തന്റെ പുത്രനെ അയച്ചു. ആ പുത്രൻ മറ്റുള്ളവരോട് യാതൊരു താരതമ്യമില്ല, അവരെക്കാൾ എത്രയോ വലിയവനാണ്. കാരണം അവൻ മുഖാന്തര സകലവും ഉളവാക്കി.
അവൻ സകലത്തിന്റെയും ആരംഭം കുറിച്ചവനാണ്. അവൻ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ്. അവനോട് താരതമ്യം ചെയ്യാൻ മറ്റാരെയും സാധിക്കും. 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, യേശു കർത്താവ് നമ്മളെ രക്ഷിപ്പാൻ മാത്രമല്ല, നമ്മളെ കാത്തു സൂക്ഷിക്കാനും മതിയായവനാണ്. കാരണം അവൻ നമ്മളെ പോലെ വേഷത്തിൽ മനുഷ്യനായി എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു. നമുക്ക് വേണ്ടി കഷ്ടം ആസ്വദിച്ചു, മരണം ആസ്വദിച്ചു. അങ്ങനെ ആസ്വദിച്ചവനായ ക്രിസ്തു നമ്മളെ അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് അവന്റെ വചനം കേൾക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ പാരഗ്രാഫ്, ആവിധം സകല സൃഷ്ടിയുടെ ലാക്കും സൃഷ്ടാവുമായ കർത്താവ് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി നമ്മെ നിത്യ തേജസ്സിൽ ഓഹരിക്കാരാക്കി തന്റെ സഹോദരന്മാരും പിതാവാ ദൈവത്തിന് മക്കളുമാക്കി തീർത്തു. അവൻ തന്റെ മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞിട്ട് നമ്മെ വിടുവിച്ചു. അവൻ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, പിന്നെയോ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെന്നുള്ള അർത്ഥത്തിലല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരത്രേ അബ്രഹാമിന്റെ മക്കൾ. ഞാൻ വായിച്ചു കേൾപ്പിച്ചതായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ വന്നത്. ആ വിധം ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനും വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദർശനായി തീർന്ന് കഷ്ടം അനുഭവിച്ചത് കൊണ്ട് പരീക്ഷ അനുഭവിക്കുന്ന നമ്മളെ സഹായിപ്പാൻ പ്രാപ്തനാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ സൂക്ഷിക്കാനും ആര് പ്രാപ്തനാണ്? കർത്താവ് പ്രാപ്തനാണ്. എപ്പോഴൊക്കെ പരീക്ഷകൾ സഹിക്കുന്ന സമയത്ത് അവൻ നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ട് ലോകത്തിൽ ജീവിച്ചു. നമ്മുടെ വിശപ്പറിഞ്ഞു, നമ്മുടെ വിയർപ്പറിഞ്ഞു, നമ്മുടെ കഷ്ടത അറിഞ്ഞു, നമ്മുടെ ദാഹം അറിഞ്ഞു, നമ്മളെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലജ്ജയും പ്രയാസവും വേദനയും ഒക്കെ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. അങ്ങനെ നിന്ന് സഹിച്ച്, അങ്ങനെ കഷ്ടങ്ങൾ സഹിച്ച്, കഷ്ടങ്ങളാൽ തികഞ്ഞവനായി കഷ്ടം ആസ്വദിച്ചതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാൻ അവൻ പ്രാപ്തനാണ്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നാം അവന്റെ സ്നേഹത്തിന്റെ നിസ്തുല്യതയും രക്ഷയുടെ മഹത്വവും ശ്രദ്ധിച്ച് കാണും. ആരെ ശ്രദ്ധിച്ച് നോക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവരൂപത്തിൽ നിന്ന് തന്നെ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം കൊടുത്ത് കഷ്ടം അനുഭവിച്ചത് കൊണ്ട് അവൻ നിങ്ങളുടെ പരീക്ഷകൾ നിങ്ങളെ സഹായിപ്പാൻ പ്രാപ്തനാണ്. അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്നിട്ട് പറയാണ്, മോശ ഇസ്രായേൽ ജനത്തിനും ദൈവത്തിനും മധ്യേ വിശ്വസ്ത ശുശ്രൂഷ ചെയ്തതുപോലെ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ നൽകുന്ന അപ്പോസ്തലനായും ദൈവത്തോട് നിരപ്പിക്കുന്ന മഹാപുരോഹിതനായും ക്രിസ്തു തന്റെ ശുശ്രൂഷ നിറവേറ്റുന്നു. അപ്പോസ്തലൻ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതാണ്. എന്താണ്? അയക്കപ്പെട്ടവരെന്ന് മാത്രമല്ല, സന്ദേശവാഹകൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സന്ദേശം നമുക്ക് തരുന്ന, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പ്രതിനിധിയാണ് ആര്? അപ്പോസ്തലൻ. യേശു കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ യേശുവിന്റെ അപ്പോസ്തലന്മാര് യേശുവിന്റെ പ്രതിനിധികളാണ്. അതുപോലെ പിതാവാം ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് യേശു കർത്താവ് ഇന്നിരിക്കുന്നു. മാത്രമല്ല, മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിരപ്പിക്കുന്നതാണ്, ഇടനിലക്കാരൻ. എന്താ? ഇടനിലക്കാരനായിട്ടും ക്രിസ്തു ഇരിക്കുന്നു. വിശ്വസ്ത മഹാപുരോഹിതനാണ്. അപ്പൊ മോശ വിശ്വസ്തനായിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് നിന്നതുപോലെ നിൽക്കുന്നവനും അതുപോലെ ദൈവത്തോട് നിരപ്പിക്കുന്നതുമായിട്ട് ആര് നിൽക്കുന്നു ഇപ്പോഴേ? യേശു. അപ്പം യേശു കർത്താവ് നമ്മുടെ വിശ്വസ്ത അപ്പോസ്തലനും മഹാപുരോഹിതനാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, മോശ ദൈവഭവനത്തിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ, അതിന് ഉദ്യോഗസ്ഥൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചതാണ്. സമയത്ത് ബൈബിളിൽ ഇരിക്കുന്ന ഭൃത്യൻ എന്ന് പറഞ്ഞാൽ ദാസൻ അല്ലെങ്കിൽ വേലക്കാരൻ. അതിന് ചിലരുടെ മാന്യമായിട്ട് ഒരു വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ക്രിസ്തു ദൈവഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പൊ നമ്മുടെ വീട്ടിലെ
കൃഷി ചെയ്തു, അവിടെ തെങ്ങൊക്കെ നട്ടു. അപ്പം തെങ്ങൊക്കെ നട്ടു, തെങ്ങും തൈയൊക്കെ നട്ടു, അതൊക്കെ ജോലിക്കാർ വന്ന്. എന്നാൽ ഇപ്പോഴാരാ നടുന്നത്? അവിടുത്തെ മോനാണ്. മനസ്സിലായി? അപ്പൊ അന്ന് ഇവർ ചെയ്തൊക്കെ കൂലിക്കാരായിട്ടാണ്, എന്നാൽ ഇന്ന് ചെയ്യുന്നതോ അധികാരിയായിട്ടാണ്. മനസ്സിലായി? അതിന്റെ വ്യത്യാസം മനസ്സിലായി? അപ്പം പഴയ മോശ ശുശ്രൂഷ ചെയ്ത ഒരു ഭൃത്യനായിട്ടാണ്, ഒരു ജോലിക്കാരനായിട്ട്, ഒരു വേലക്കാരനായിട്ട്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദാസനായിട്ട്. എന്നാൽ യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നതോ ഭവനത്തിന്റെ അധികാരിയായിട്ടാണ്. അതാണ്. അതുകൊണ്ട് ആയതിനാൽ അവൻ എത്രയധികം മാനത്തിന് യോഗ്യനാണെന്ന് മനസ്സിലാക്കണം. ആരാ? യേശു കർത്താവ്. നാം പ്രത്യാശിക്കുന്ന ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ നാം ഈ പ്രത്യാശയും ധൈര്യവും, പ്രത്യാശിക്കുന്ന എന്നുള്ളതിനേക്കാളും പ്രത്യാശയും ധൈര്യവും ആയിരിക്കും നല്ലത്. ആ പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുന്നു എങ്കിൽ നാം അവന്റെ ഭവനവും കൂടാ. അവൻ യേശു കർത്താവ് ദൈവത്തിന്റെ ഭവനത്തിന്റെ അധികാരിയായിട്ട് ജോലി ചെയ്യുന്നു. എന്നാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെല്ലാം ദൈവത്തിന്റെ ഭവനങ്ങളാക്കണം, ദൈവം വസിക്കുന്ന വീടുകളാക്കണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ അത് നമ്മൾ വിശ്വസ്തമായിട്ട് ചെയ്ത് എന്തുവരെ ചെയ്യണം? അവസാനത്തോളം. ആദ്യത്തെ ശൂരത്വം മാത്രം പോലെ അവസാനം വരെ വേണം. ആരംഭ ശൂരന്മാരാണ് ആര്? മലയാളികൾ. മലയാളികളെ കുറിച്ച് പറയാറുണ്ട്, ആരംഭ ശൂരന്മാർ. ആദ്യം ഭയങ്കര ചാട്ടമൊക്കെ ആയിരിക്കും, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴെ. അതല്ല, അവസാനത്തോളം നാം അതും അവസാനത്തോളം ഇവിടെ ഇരിക്കുന്നത് എന്താണ്? അവസാനത്തോളം പിടിച്ചുകൊള്ളണമെന്ന് ഇടിയാൽ വരായിരുന്നു. ഇവിടെ ഓരോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിടത്തും ഒരു പഴുത് കൊടുത്തിട്ടില്ല, ഇന്ന് നമ്മുടെ പണി എന്ന് പറയാൻ പഴുത് കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ എല്ലാരെയും പ്രസാദിപ്പിച്ച് അവരുടെയൊക്കെ മുമ്പിൽ നല്ല ആളായിട്ട് ജീവിക്കുക. ദീപസ്തംഭം മഹാചര്യം, നമുക്ക് കിട്ടുന്ന അച്ചാന്റെ പണം, അതാണ് ഇന്നത്തെ ശൈലി എന്ന് പറയുന്നത്. അപ്പം ദീപസ്തംഭം മഹാചര്യം, നമുക്ക് കിട്ടണം പണം, നമ്മുടെ കാര്യം നടക്കണം. അവര് ചാകുകയോ നരകത്തിൽ പോവുകയോ സ്വർഗത്തിൽ പോവുകയോ എവിടെയെങ്കിലും പോട്ടെ, നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം, അത് കുറഞ്ഞു പോകരുത്. അപ്പൊ അതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു അവസാനത്തോളം. അവിടെ ഒരു പഴുതില്ല. പിന്നെ പിടിക്കുന്നതിനും ഒരു പഴുതില്ല. എങ്ങനെ പിടിക്കണം? മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചു കൊള്ളുന്നു എങ്കിൽ, അങ്ങനെ ചെയ്യുന്നു എങ്കിൽ, ആ കണ്ടീഷൻ നോക്കണം. ദൈവം അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നാം അവന്റെ ഭവനമാണ്. ഭവനം എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ ഭവനം. ആയതിനാൽ സങ്കീർത്തനം 95:8 മുതൽ 11 വരെയുള്ള ഭാഗത്തിൽ വായിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തരുത്. 3-ാമത്തെ അധ്യായത്തിന്റെ പ്രധാന ദൂത് അതാണ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവത്തിന്റെ വചനം എന്തിനാ നാം ധ്യാനിക്കുന്നത്? ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ഇഷ്ടമില്ലാത്തതൊക്കെ വിട്ടുകളയുന്ന സ്വഭാവക്കാരാകരുത്. ദൈവശബ്ദം കേൾക്കുമ്പോൾ നാം എന്ത് വേണം? വളരെ ഭയത്തോടുകൂടി സ്വീകരിക്കണം. നമ്മുടെ യശാവിന്റെ പുസ്തകം 65 നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൂടെ വായിച്ചു കേൾപ്പിച്ചാണ്. എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവെങ്കിൽ ഞാൻ. യശാവിന്റെ പുസ്തകം 66-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം എന്ന് പറയുന്നു. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ എന്ന് പറയുന്ന സമയം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ സമയമില്ല. എന്നാൽ ഈ കാര്യം ഒന്ന് ക്രമീകരിച്ച് സമയം കിട്ടും. പാപിയുടെ വഴിയിൽ നിൽക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞ് സമയം കളയാതെ ഇരുന്നാൽ സമയം കിട്ടും. പിന്നെ രാത്രി മുഴുവൻ ധ്യാനിക്കണം. എന്നാൽ അവൻ ഭാഗ്യവാൻ. ദുഷ്ടന്മാരങ്ങനെയല്ല. കാറ്റ് പാറ്റുന്ന പതിർ പോലെ. കാറ്റ് അങ്ങോട്ടാണെങ്കിൽ പതിർ അങ്ങോട്ട് പോകണം, കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്.
അങ്ങനെ ഈ ഒഴുക്കിനനുസരിച്ച് ഒഴുകി നടക്കുന്നവരാകരുത് വിശ്വാസികൾ. ദുഷ്ടന്മാരുടെ വഴി നാം തിരഞ്ഞെടുക്കരുത്. അപ്പൊ ഇവിടെ പറയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഭയത്തോടുകൂടി ഭക്തിയോടുകൂടി അത് ധ്യാനിക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളണം. നമ്മുടെ ഹൃദയത്തെ അത് ഉൾക്കൊള്ളത്തക്കവണ്ണം ഒരുക്കണം, കഠിനപ്പെടുത്തരുത്. അപ്പൊ അതാണ് 3-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അവസാനം നോക്കുക, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അതിനെ ശാരോടൊപ്പം ജീവനുള്ള ദൈവത്തെ തേച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ നാം അന്യോന്യം പ്രബോധിപ്പിക്കുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുകയും ചെയ്താൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി. അപ്പം നാം അന്യോന്യം ഉത്സാഹിപ്പിക്കണം. മാത്രമല്ല അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? കർത്താവും പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. ശിഷ്യന്മാർ വിശ്വസിച്ചു. അവർ പറഞ്ഞ് പേടിപ്പിച്ചെന്നാണ്, ഞങ്ങളെ പരിഭ്രമിപ്പിച്ചു. എന്താ ഉയർത്തെഴുന്നേൽക്കുന്നത്? കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ മരിക്കും, അടക്കപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റ് ചിലർക്ക് പ്രത്യക്ഷപ്പെട്ടു, സ്ത്രീകൾക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അവർ വന്ന് പറഞ്ഞപ്പോൾ പറയാണ്, അവർ വന്ന് ഞങ്ങളെ പേടിപ്പിച്ചത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. തോമസ് പറയാണ്, ഞാൻ ആ കൈ കാണണം, ചങ്കിലേക്ക് വിരലിടണം, എന്നാലേ വിശ്വസിക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടഹൃദയം നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിശാച് നമ്മളെ ഒരുപാട് സംശയം കൊണ്ട് നിറയ്ക്കും. അങ്ങനെ സംശയരോഗികളാക്കി നമ്മളെ മാറ്റും. ആ ഗതികളിൽ എത്തിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയുള്ളവരാകണം. കർത്താവേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നിൽ വരാതിരിക്കാൻ എന്നെ സഹായിക്കണം, എനിക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എല്ലാ ദിവസവും ജീവിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയണം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുകയും ചെയ്താൽ നാം ക്രിസ്തുവിൽ പങ്കാളിയാണ്. അപ്പൊ അവസാനം വരെ ആദ്യ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരാളിന്റെ രക്ഷ നഷ്ടപ്പെട്ടെന്ന് ആരെങ്കിലും പറയും? ഏതെങ്കിലും ബന്ധുസാരം പറയൂ? ഒരു ബന്ധുസാരനും പറയും, ഏതെങ്കിലും മൃതകാരം പറയും? അവസാനം വരെ ആദ്യ വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളിന്റെ രക്ഷയ്ക്ക് എന്തെങ്കിലും അങ്ങ് വന്നെന്ന് പറയും? ഇല്ല. രണ്ടുപേരും ഒരേ കാര്യം പറയുന്നു, അവന് രക്ഷയുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ ദൈവത്തിന്റെ പൈതലാണ്. അദ്ദേഹത്തിന്റെ ആ സംസാരം നോക്കണം, ആ ദൈവ ഭയം കണ്ടില്ലേ? സംസാരിക്കുമ്പോഴൊക്കെ അഹങ്കാരികളെ പോലെ, നിഗളികളെ പോലെ, ധിക്കാരികളെ പോലെ മറ്റുള്ളവരെ വിധിച്ചും മറ്റുള്ളവരെ തരം താഴ്ത്തി ശകാരിച്ചും ഒരിക്കലും സംസാരിക്കാറില്ല. വളരെ ദൈവഭയത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്, കൃപയോടുകൂടിയാണ്, ഉപ്പിനാൽ രുചി വരുത്തിലാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ദൈവത്തിന്റെ പൈതലാണ്, സ്വർഗത്തിൽ കാണും, ആ സഹോദരി തീർച്ചയായിട്ടും കാണും എന്ന് നമ്മൾ പറയും. അതിന് രണ്ടു കൂട്ടർ ഉറപ്പില്ല. ഇനി ആടിയാടി നടക്കുന്നവരുണ്ടല്ലോ, ആടിയാടി നടക്കുന്നത്, ആരും കണ്ടില്ലെങ്കിൽ ഇച്ചിരി കുടിക്കാം, ആരും കണ്ടില്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാം, ആരും കണ്ടില്ലെങ്കിൽ ഒരു കള്ളം പറയാം, ആരും കണ്ടില്ലെങ്കിൽ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ചെയ്തു പോകാം. അങ്ങനെയുള്ളവന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും ഈ വഴക്ക് നടക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ശരിയായിട്ട് പിടിക്കണമെന്ന വേദോസ്തം പറയുന്നത് അത് തന്നെ പഠിപ്പിക്കണം, വേറെ ഒന്നും പഠിപ്പിക്കണം. ഇവിടെ പറയാം, ഇസ്രായേലിന്റെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊടുക്കുകയും ചെയ്താൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഇസ്രായേലിന് അനുസരണക്കേടും അവിശ്വാസം നിമിത്തം എവിടെ പ്രവേശിക്കാൻ സാധിച്ചില്ല? സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ. സ്വസ്ഥതയിൽ നാട്ടിലിരിക്കുന്നു. സ്വസ്ഥതയിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ യഥാർത്ഥമായ സ്വസ്ഥതയുടെ താൽക്കാലികമായ ഒരു ഉദാഹരണമായിരുന്നു യെരൂശലേം, അല്ലെങ്കിൽ ഇസ്രായേൽ ദേശം. ഇസ്രായേൽ ദേശത്തിൽ എത്ര പേര് പ്രവേശിച്ചു? 2 പേര് മാത്രം. ആരെ? യോശുവയും കാലേബും. അവരുടെ ദുഷ്ടഹൃദയവും അവിശ്വാസ നിമിത്തം അവരധികം പേരൊന്നും പ്രവേശിച്ചില്ല. എന്നാൽ അവിടെ പ്രവേശിച്ച ആ യോശുവയും കാലേബും മാത്രമല്ല സ്വർഗരാജ്യത്തിൽ കാണപ്പെടുന്നത്. അവിടെ പ്രവേശിക്കാത്ത മോശയും കാണും, അഹരോനും അവിടെ കാണും, അതുപോലെ വേറെ പലരും കാണും. അതുകൊണ്ടാണ് നമ്മള് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. വായിക്കുന്നില്ലേ? ഇവിടെ വായിച്ച് കേൾപ്പിച്ചതാണ്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചു പേരിൽ ദൈവം പ്രസാദിച്ചു, വെറും 2 പേരിൽ മാത്രമല്ല. എന്നാൽ പ്രസാദിക്കാതെ പോയതിന്റെ കാരണം എന്താണ്? അവരുടെ അവിശ്വാസവും ഇല്ലേ? അവരിൽ
അവരുടെ അനുസരണക്കേട്. നമ്മൾ ആദ്യം വായിച്ചെന്താണ്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞു. ഏതെങ്കിലും കൺവെൻഷന് പറഞ്ഞതല്ല ഇത്. യേശു കർത്താവ് പറഞ്ഞു, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുക. കർത്താവ് പറയുകയാണ്, കർത്താവ് പറയാണ്, നീ എന്നെ അനുഗമിക്കാന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അപ്പനെ അടക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പനെ അടക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കർത്താവ് പറഞ്ഞു, മരിച്ചവരെ അടക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നോക്കവേ കണ്ടോ, അവിടെ എഴുതിയേക്കുന്നത് അതിന്റെ 34-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രയെ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാൻ ഭിന്നിപ്പിക്കുവാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ. അപ്പം ഈ KV ചേറു എന്ന് പറഞ്ഞ ഉപദേശിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു എന്നൊക്കെ പാട്ടെഴുതിയ അദ്ദേഹം യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് വീട്ടിൽ നിറക്കി വിട്ടു. അപ്പം താൻ ഭാര്യയെ കൂടെ ഉണ്ടായിരുന്നു. മക്കളുടെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അവര് ഇങ്ങനെ ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ വഴിയിൽ വന്ന് അല്പം അരി എങ്ങാണ്ട് അമ്മ കൊടുത്തയച്ചു. അത് അവിടെ വെച്ച് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുതിയ പാട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇറക്കി വീട്ടിൽ എത്രയോ പേര് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്റെ അമ്മാവിപ്പനും പ്രമുഖ തൊഴിലായിരുന്നു ഇവിടെ പൊൻകുന്നത്. അപ്പം വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അനുജന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ചേട്ടൻ മരിച്ചു വരുന്നു, എന്റെ കല്യാണത്തിനൊന്നും അവരൊന്നും വന്നില്ല. അമ്മോ ഞങ്ങളുടെ ചേട്ടൻ മരിച്ചുപോയി, അങ്ങനെ ആളെ ഞങ്ങൾക്കില്ല, കൂട്ടം വരുത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു, കർത്താവ് പറയുന്നു, വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാണ്. വീട്ടുകാർ എന്റെ യേശു, എനിക്ക് എന്റെ യേശു വേണം. വീട്ടുകാര് കൂടെ നിന്നാലും ഇല്ലേലും എനിക്ക് യേശു, മുമ്പേ അവന്റെ രാജ്യം തിരിയും. അതാണ് എന്റെ മുദ്രാവാക്യം. അപ്പം ഈ വിധത്തിൽ യേശുവിനോട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കാണപ്പെടുന്നത്. അല്ലാതെ കണ്ട ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്തവരെല്ലാം കൂടെ എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി മുക്കിയെടുത്ത് കൊണ്ടുപോയാൽ അത് എഴുമെടുക്കത്തില്ല. അപ്പം ഉണങ്ങിയ പാപിയെ മുക്കിയാൽ എന്താ പറ്റും? കുതിർന്ന പാപിയാകും. പള്ളിയിൽ കൊണ്ടുചെന്ന് തൈലവും വരട്ടി വെള്ളവും കുടഞ്ഞു കഴിഞ്ഞ് എങ്ങനെ ആയിത്തീരും? കുഴഞ്ഞ പാപിയായിത്തീരും. മനസ്സിലായി? അപ്പം ബ്രദരാരെ മുക്കിയെടുത്താൽ അവൻ കുതിർന്ന പാപിയാകും. മർദ്ദമക്കാരൻ തൈലം തേച്ച് വെള്ളം കുടഞ്ഞാൽ അവൻ കുഴഞ്ഞ പാപിയാകും. അപ്പൊ അതുകൊണ്ട് ഈ കുഴഞ്ഞ പാപികളെയും അതുപോലെ കുതിർന്ന പാപികളൊന്നും സ്വർഗത്തിൽ എടുക്കുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയി. ഒരു വിരാമം ഉണ്ടാക്കണം പഴയ ജീവിതത്തിന്. ഒരു പുതിയതിനൊരു ആരംഭം ഉണ്ടാക്കണം. ആരംഭം ഉണ്ടായാൽ മാത്രം പോരാ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചാണ് റോമാലേഖനം 12:11 എന്താണ്? ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. അല്ലാതെ ചതയെന്ന് പറഞ്ഞ് നടക്കുന്നവരെയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ലവോദിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് എന്താണ്? നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിണ് കളയും. നിന്നെ വെച്ചിരുന്ന് എങ്ങനെ കളയുന്നതെന്ന് പറഞ്ഞ് വെച്ചോണ്ട് കിടക്കുമ്പോൾ നല്ല പറഞ്ഞിരിക്കുന്നത് തുപ്പിക്കളയുമെന്നാ പറഞ്ഞത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലി കടിച്ചാൽ എന്ത് ചെയ്യും? കല്ല് കടിച്ചാൽ അങ്ങ് തുപ്പിക്കളയും. കളയത്തില്ലേ? ഇതുപോലെ ചെയ്യുമെന്ന കർത്താവ് പറഞ്ഞേക്ക് നല്ല മൂർച്ചയുള്ള പ്രയോഗത്തോടുകൂടിയാ പറഞ്ഞത്. വെട്ടിമുറിക്കുന്നുള്ള ഭാഷ, ഒരു അയവോടങ്ങ് പറഞ്ഞത്. അപ്പം പുത്രനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവര് ജീവനെ കാണുകയില്ല. കുറച്ചൊക്കെ ജീവൻ കൊടുക്കും ഞാൻ, അങ്ങനെയാന്ന് പറഞ്ഞു. കാണുകയില്ലെന്നാ പറഞ്ഞു, ഇല്ലെന്നാണ് താർപ്പിച്ച പറഞ്ഞത്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണ്?
ക്രിസ്തുവിൽ പങ്കാളികളായി തീരണമെങ്കിൽ അവന്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടുത്തരുത്. ഇസ്രായേലിന് അനുസരണക്കേടും അവിശ്വാസ നിമിത്തം സ്വസ്ഥയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം നാം മറക്കരുത്. 4-ാമത്തെ അധ്യായം. ദൈവം തന്റെ ജനത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥത നമുക്ക് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. 3-ാമത്തെ അധ്യായത്തിൽ സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞ് ഏത് സ്വസ്ഥതയെ കുറിച്ചാണ്? കനാൻ നാട്ടിലെ സ്വസ്ഥതയെ കുറിച്ച്. വേറൊരു സ്വസ്ഥതയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു. അതേതാണ്? ദൈവം 6 ദിവസം കൂടി സൃഷ്ടി നടത്തി, 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അപ്പം അതുകൊണ്ട് ദൈവം ശബ്ബത്തിനെ വിശുദ്ധീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം സ്വസ്ഥതയെ കുറിച്ച് പറയുന്നത് ഈ യോശുവയുടെ സ്വസ്ഥതയെ കുറിച്ചാണ്. യോശുവ ഇസ്രായേൽ ജാതിക്ക് എന്ത് ഉണ്ടാക്കി കൊടുത്തു? ഒരു സ്വസ്ഥമായ ജീവിതത്തിലുള്ള ക്രമീകരണം ചെയ്തു കൊടുത്തു. അത് സ്ഥായിയായ സ്വസ്ഥതയായിരുന്നു? അല്ല. യോശുവ അവരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് മാറിപ്പോയി. അവരുടെ മക്കൾക്കൊന്നും അവിടെ താമസിക്കാൻ വയ്യാതെയായി. ആ സ്വസ്ഥത സ്ഥിരമായൊരു സ്വസ്ഥത ആയിരുന്നില്ല. അത് സ്ഥിരമായൊരു സ്വസ്ഥത ആയിരുന്നെങ്കിൽ പിന്നീട് ഏതാണ്ട് ഒരു 500 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് സങ്കീർത്തന പുസ്തകം എഴുതുന്നത്. സങ്കീർത്തനം 95-ലാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുതെന്ന്. 95-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8 മുതൽ 11 വരെയുള്ള ഭാഗത്തിലാണ് നാം വായിക്കുന്നത്. ഇന്ന് അപ്പം സ്വസ്ഥത ശേഷിക്കുന്നു, സ്വസ്ഥത വന്നില്ല. അന്നത്തെ സ്വസ്ഥതയൊന്നും സ്ഥിരമായിട്ടുള്ളൊരു സ്വസ്ഥത ആയിരുന്നില്ല, താൽക്കാലികമായിരുന്നു. എന്നാൽ സ്ഥിരമായ നിത്യമായ ഒരു സ്വസ്ഥത ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലുള്ള ജീവിതമാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷയിൽ ഇരിക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വരും, നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. എന്തിനാണ്? സ്ഥിരമായ ഒരു സ്വസ്ഥത നമുക്ക് തരുന്നത്. ആ സ്ഥിരമായ സ്വസ്ഥതയെ കുറിച്ചാണ് 4-ാം അധ്യായം കൂടുതലായിട്ട് പറയുന്നത്. ദൈവം തന്നെ ജനത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥത നമുക്ക് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. ഇത് അവിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു ദൂതല്ല, വിശ്വാസത്തിലേക്ക് വന്നവർക്ക് കൊടുക്കുന്ന ദൂതാണ്. അവരോട് പറയാണ്, ആർക്കെങ്കിലും ഇത് കിട്ടാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടണം. അത് കൺവെൻഷനൊക്കെ പ്രസംഗിക്കാറുണ്ടോ? അങ്ങനെ വിശ്വാസികളെ, നമുക്ക് ആർക്കെങ്കിലും ദൈവം ഒരുക്കിയിട്ടുള്ള സ്വസ്ഥത ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടണമെന്ന് പത്തനാപുരത്ത് പ്രസംഗിക്കാറുണ്ടോ? ഇല്ലേ. കൊട്ടാരക്കര പ്രസംഗിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ അർത്ഥം മുറിച്ചൊക്കെ പ്രസംഗിച്ച ആ ഉപദേശിച്ച് നിന്നെ വിളിക്കത്തേ ഇല്ല. അങ്ങനെ വേണ്ട, നമുക്ക് വേറെ ആളെ വിളിക്കാം. മനസ്സിലായി? അപ്പൊ ഉള്ള സ്റ്റേജും കൂടെ നഷ്ടപ്പെടുത്താതിരിക്കാൻ അവരതൊക്കെ ഒന്ന് കരുതി കൂട്ടിയെ പ്രസംഗിക്കുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇവിടെ പറയുന്നത് ആ സ്വസ്ഥത ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടണം. എന്നിട്ട് ഇസ്രായേലിൽ ദൈവശബ്ദം കേട്ടുവെങ്കിലും കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കാതെ വന്നതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. എന്നിട്ട് താഴോട്ട് സൃഷ്ടി കഴിഞ്ഞുള്ള 7-ാം നാളിനെ കുറിച്ചോ യോശുവ ഇസ്രായേൽ ജാതിയെ കനാൻ നാട്ടിൽ എത്തിച്ചതിനെ കുറിച്ചോ അല്ല. യോശുവയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്, കുറഞ്ഞ പക്ഷെ ഒരു 5 നൂറ്റാണ്ട് കൂടെ കഴിഞ്ഞതിന് ശേഷം ദൈവം ഒരു സ്വസ്ഥതയെ കുറിച്ച് 95-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഇല്ലേ? വീണ്ടും സംസാരിക്കുന്നു. ദൈവം തന്നെ ജനത്തിന് ഒരു സ്വസ്ഥത ഒരുക്കിയിട്ടുണ്ട്. ആ സ്വസ്ഥത പ്രാപിപ്പാനായി നമുക്ക് ജീവിക്കാം. അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിപ്പാൻ നമുക്ക് കരുതലുള്ളവരായി ജീവിക്കാം. അനുസരണം കെട്ട മക്കളായിട്ട് ജീവിക്കരുത് എന്നാ പറഞ്ഞത്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 14 എന്ന് ഉറക്കെ വായിച്ചേ. 22-ന്റെ 14. അത് നാം മറന്നുപോരുന്നു. വിളി കേട്ടവർ ഒരുപാട് പേര്. ആ വിളി കേട്ടവരെല്ലാം കൂടെ വന്നു. ഞാൻ തിരഞ്ഞെടുത്തപ്പോ എല്ലാരെയും ഒന്നും തിരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് ഈ കാര്യം മറന്നുപോകരുത്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം.
സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് കർത്താവ് എന്ത് പറഞ്ഞു? അനേകര് കടക്കാൻ ആഗ്രഹിക്കും, കടക്കുന്നവരോ ചുരുക്കം. കർത്താവ് പറഞ്ഞു 2 വഴിയുണ്ട്. ഇടുക്കുവാതിലൂടെ പോകുന്നവര് ചുരുക്കമാണ്. അതുകൊണ്ട് ഇടുക്കുവാതിലൂടെ കടപ്പാൻ എന്ത് വേണം? പോരാടണം. എവിടെ വായിക്കുന്നേ? ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ. ആ പലരും കടപ്പാൻ നോക്കും. അവര് ചിലപ്പോ എന്ത് ചെയ്യും? ബ്രദറിൽ സ്നാനപ്പെട്ടത് പോരാന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാരെ വിളിച്ച് വീണ്ടും സ്നാനപ്പെടുത്തും. അതും പോരാന്ന് പറഞ്ഞ് CPക്കാർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സ്നാനപ്പെടുത്തിയിരിക്കും. ഇങ്ങനെയൊക്കെ കടപ്പാൻ പല പണിയിലും നോക്കും. ഇതുകൊണ്ടൊന്ന് രക്ഷപ്പെടത്തില്ല. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. അതുകൊണ്ട് ഇടുക്കുവാതിലൂടെ കടപ്പാൻ എന്ത് വേണം? പോരാടുക. ദൈവത്തിന്റെ വചനപ്രകാരം തങ്ങളെ തന്നെ മെരുക്കമുള്ളവരായി, അനുസരണമുള്ളവരായി, കീഴ്പ്പെടുന്നവരായി, തന്നെ താൻ തേച്ച് ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവരായി പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടണം. അല്ലാതെ വലിയ വാശിക്കാരനും നിഗളിയും അഹങ്കാരിയും മറ്റുള്ളവരെ വിധിച്ചും ധിക്കരിച്ചും ഞാൻ എന്തോ ആണെന്നുള്ള ഭാവത്തിൽ നടക്കുന്നവരൊക്കെ സ്വർഗരാജ്യത്തിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായി? സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ആരപ്പെടാകണം? ശിശുക്കളെ പോരാ. ശിശുക്കള് പറയും എനിക്കറിയത്തില്ല, അപ്പച്ചനറിയാം ഇല്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, പപ്പായ അതെങ്കിൽ ചെയ്തു തരും ഇല്ല, അങ്ങനല്ലേ പറയുന്നത്? അങ്ങനല്ലേ? എന്റെ ദൈവത്തിനല്ല സാധിക്കും, എനിക്കൊന്നും സാധിക്കില്ല, എനിക്കൊരു കഴിവില്ല, ഞാനൊരു വെറും സാധു മനുഷ്യൻ, അവന്റെ സൃഷ്ടി മാത്രം, അവന്റെ കൃപയാൽ ജീവിക്കുന്ന ഒരു സാധു വ്യക്തി മാത്രം എന്നുള്ള മനോഭാവം ഹൃദയത്തിലുണ്ടാകും. പൗലോസിനകത്തുണ്ടായിരുന്നു. പൗലോസ് എന്താ പറഞ്ഞ്? ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത്, എന്നാൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ദൈവത്തിന് സ്തോത്രം. അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം, അതായിരിക്കണം നമ്മളെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം 22:14 എന്ന് ഓർത്ത് ദൈവവചന ഭക്തിയോടെ സ്വീകരിച്ചും ഒന്നും മറഞ്ഞിരിക്കാത്ത ഒരു കാര്യവും മറവായിരിക്കാത്ത ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്ന് മനസ്സിലാക്കി ദൈവിക സ്വസ്ഥത പ്രാപിപ്പാനായി നമുക്ക് ജീവിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ കഴിവുകേടിൽ നമുക്ക് 100% ദൈവത്തിന്റെ വചനത്തിന്റെ ഡിമാൻഡ്സ്, അതിന്റെ പറയുന്ന കാര്യങ്ങൾ നിവർത്തിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തവരാണ് നാം ബലഹീനരാണ്. അപ്പൊ നമുക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തവരാണ്. അതാണ് ബലഹീനത. നമ്മുടെ ബലഹീനതയിൽ കരുണ കാണിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വീകാര്യം, യേശുവിനെ പിടിക്കുന്ന പിടുത്തം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സ്വീകാര്യം, ക്രിസ്തുവിനുള്ള ആശ്രയം മുറുകെ പിടിക്കാം, ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് വരാം. ദൈവത്തിന്റെ കൃപയുടെ സ്ഥാനമാണ് ദൈവസന്നിധി. അവിടേക്ക് ക്രിസ്തുവിനുള്ള ആശ്രയം പൂർണ്ണമായിട്ട് കാത്തുകൊണ്ട് നമുക്ക് അവനോട് അടുത്ത് വരാം എന്നായിരിക്കും. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടുത്താൻ, നമ്മളെ തന്നെ ശോധന ചെയ്ത്, നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ എനിക്ക് ഇത്രയും ഈ വിധത്തിലൊന്നും ആയിത്തീരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, അതിനുള്ള ആഗ്രഹമേ അവിടെ തന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ആ കൃപയുടെ ആ സ്ഥാനത്തിലേക്ക് നമുക്ക് ക്രിസ്തുവിൽ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്ത് വരാം. അത് നല്ലതല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരാകരുത്. എബ്രായരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശത്തിന് വ്യത്യാസം വരണം. വെറുതെ തലോടി മനുഷ്യനെ നരകത്തിൽ അയക്കുന്ന സാത്താന്റെ ഏജന്റന്മാരായി നമ്മൾ മാറരുത്. മനസ്സിലായി? സ്വർഗത്തിലേക്കുള്ള വഴി അടച്ചു കളയുന്നവര് ആയിത്തീരെ. പരീക്ഷന്മാരെങ്ങനെയായിരുന്നു? നിങ്ങൾ സ്വർഗരാജ്യം മനുഷ്യർക്ക് അടച്ചു കളയുന്നു. വായിക്കുന്നില്ലേ? എവിടെ വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. നിങ്ങൾ കടക്കുന്നുമില്ല, കടക്കാൻ സമ്മതിക്കുന്നുമില്ല. നിങ്ങൾ കൊതുവിനെ അരിച്ചെടുക്കുന്നു, ഒട്ടകത്തെ വിഴുങ്ങുന്നു. അപ്പൊ ആ പണിയിൽ നമ്മൾ ചെയ്യരുത്, ആ കൂട്ടര് നമ്മൾ ആകുകയും ചെയ്യരുത്. 5-ാമത്തെ അധ്യായത്തിൽ
നമ്മുടെ ന്യായപ്രമാണ പ്രകാരം മനുഷ്യരുടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് മഹാഗുരുവിനും വഴിപാട് യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെട്ടവനാണ്. താനും ബലഹീനനാകിയാൽ, താനൊരു മനുഷ്യനാകിയാൽ, കഴിവുകളൊക്കെ ഉള്ളവനാകിയാൽ, അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കാൻ. ഞാനൊന്നും കുഞ്ഞൊന്ന് മറിഞ്ഞു വീഴുമ്പോ കല്ലെ തട്ടി മറിഞ്ഞു, എടാ എന്തിനാടാ കല്ലെ തട്ടി മറിഞ്ഞു വിടുന്നത് നീ പറയൂ? കാരണം ഞാൻ എത്ര വട്ടം വീണിട്ടുണ്ട്. എനിക്കറിയാം കല്ലിൽ തട്ടിയ മറിഞ്ഞു വീഴുക. അതുകൊണ്ട് ഞാനൊരു മനുഷ്യനായതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ കഴിവുകളൊക്കെ എനിക്ക് മനസ്സിലാക്കും. എന്നാൽ എന്റെ കർത്താവ് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യത്തുമില്ല. അവൻ ദൈവമായിരുന്നു. അവൻ മനുഷ്യൻ പുത്രനായി ലോകത്തിൽ വന്നപ്പോൾ അവൻ ദൈവപുത്രനായിട്ട് തന്നെയായിട്ട് ഇരിക്കുകയും ചെയ്തു. അവൻ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമായി. അവന് പാപം ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ ബലഹീനതയെല്ലാം, നമ്മുടെ കഴിവുകളെല്ലാം, ഈ ശരീരത്തിന്റെ എല്ലാവിധമായ പരിമിതികളും അവന് അറിയാം. അതുകൊണ്ട് നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവരും ജനങ്ങൾക്ക് എന്നവണ്ണം തനിക്ക് വേണ്ടി പാപയാഗം അത് പഴയ നിയമ പുരോഹിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. സഹതാപം കാണിപ്പാൻ കഴിയുന്നവരുമായിരുന്നു. അത് പഴയ നിയമ പുരോഹിതന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയാം, ദൈവം വിളിക്കുന്നവർക്ക് മാത്രമേ ആ സ്ഥാനം ലഭിക്കുന്നുള്ളൂ, സ്വയമേ എടുക്കാവുന്നത് അല്ല. യേശു കർത്താവും ഒരിക്കലും സ്വന്തമായിട്ട് ലോകത്തിൽ വന്നിട്ട് ഞാൻ ദൈവത്തിന്റെ മഹാപുരോഹിതനാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലും സ്വയമായിട്ട് അങ്ങനെ ഒരു സ്ഥാനം എടുത്തിട്ടില്ല. പിന്നെന്ത് ചെയ്തു? അവന് ആ സ്ഥാനം സ്വർഗത്തിലെ ദൈവം, പിതാവാം ദൈവം കൊടുത്തതാണ്. അത് കൊടുത്തു എന്നുള്ളത് ഒരു യഹൂദനെ തെളിയിച്ചു കൊടുക്കണം. എങ്ങനെ തെളിയിച്ചു കൊടുക്കാൻ നോക്കും? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് 110-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, നീ എന്നേക്കും ഒരു പുരോഹിതൻ. മെൽക്കിസദേക്കിന് ക്രമപ്രകാരം നീ എന്നേക്കും ഒരു പുരോഹിതൻ. സൈന്യങ്ങളുടെ യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയും ഇല്ല എന്ന് വായിക്കുന്നില്ലേ? അതിന്റെ ബാക്കി ഒന്ന് പറഞ്ഞ്. 110-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. യഹോവ സത്യം ചെയ്തു, ആണയിട്ട് പറഞ്ഞു. ഇനി അത് തിരുത്തി പറയത്തില്ല. അതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കാരണം യേശു കർത്താവ് മഹാപുരോഹിതനായിരിക്കുമ്പോൾ തന്നെ നിത്യരാജാവാണ് അവൻ. ഇനി അവന്റെ അതുകൊണ്ട് യഹോവയാം ദൈവം, പിതാവാം ദൈവം അവന്റെ ശത്രുക്കളെ മുഴുവനും തകർത്തതിന് ശേഷം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാചിനൊന്ന് വാഴ്ച. അപ്പം ഗോഗ് മാഗോഗ് എന്നീ സൈന്യങ്ങൾ ജാതികളെല്ലാം ഇളക്കിക്കൊണ്ടുവരും. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അവയെ കത്തിച്ചു. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഉണ്ടാക്കും. ആ രാജ്യത്തിൽ ഒരു ശത്രുവും ഉണ്ടായിരിക്കും, ഒരു ശത്രുവും ഉണ്ടായിരിക്കും. അപ്പൊ നിന്റെ ശത്രുക്കളെ അവൻ തകർക്കുന്നതിനെ കുറിച്ച് നമ്മുടെ മലാഖിയുടെ പുസ്തകത്തിൽ വായിച്ചില്ലായിരുന്നു? എത്രാം അധ്യായമാണ്? 4-ാമത്തെ അധ്യായം ഇല്ലേ? ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നു, സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താഴടിയാകും, ദൈവം അവരെ നശിപ്പിച്ചു കിടക്കും. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ഒരു മനുഷ്യൻ തങ്കത്തെക്കാളും ഒരു പുരുഷൻ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാണ്. അങ്ങനെ അഹങ്കാരികളെ മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കുന്നു എന്നുള്ളത് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് 110-ാം സങ്കീർത്തനത്തിലും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തന്നെ യേശു കർത്താവിന്റെ അല്ലെങ്കിൽ മശിഹായുടെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നു. ദൈവം എന്റെ കർത്താവിനോട്, യഹോവ എന്റെ കർത്താവിനോട് പറയുന്നു. കർത്താവ് എന്ന് പറയുന്നതാണ് മശിഹ. ആ മശിഹായോട് പറയുന്നു, എന്താണ്? നീ എന്നേക്കും ഒരു പുരോഹിതൻ. നിന്റെ ചെങ്കോൽ ഞാൻ സിയോനിൽ നിന്ന് നീട്ടും, ബലമുള്ള ചെങ്കോൽ സിയോനിൽ നീട്ടും എന്ന് പറഞ്ഞാൽ നിന്നെ സിയോനിൽ രാജാവാക്കുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ പറയും, നീ എന്നേക്കും ഒരു പുരോഹിതനാണെന്ന് പറയുന്നു. നീ എങ്ങനെയുള്ള പുരോഹിതനാണ്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് രാജാവുമായിരുന്നു പുരോഹിതനുമായിരുന്നു. അതുപോലെ നീ എന്നേക്കും രാജാവും പുരോഹിതനുമായിരിക്കുമെന്ന് ദൈവം സത്യം ചെയ്തു എന്നാണ്. അപ്പം ഇവിടെ മശിഹായായിട്ട് യേശു കർത്താവ് വന്നെങ്കിൽ അവൻ വെറുതെ വന്നു കയറി എന്ന് ഞാനാണ് മശിഹായെന്നോ അല്ലെങ്കിൽ രാജാവെന്നോ പുരോഹിതനെന്നോ പറഞ്ഞിട്ടില്ല.
അവനെ ഇങ്ങോട്ട് അയച്ച പിതാവാം ദൈവം ആണയിട്ട് പറഞ്ഞതാണ്. എന്താണ്? നീ എന്നേക്കും ഒരു പുരോഹിതൻ. അങ്ങനെയുള്ള പൗരോഹിത്യം, മധ്യസ്ഥ പ്രവൃത്തി ഏറ്റെടുത്തവനാണ് യേശു കർത്താവ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള സ്ഥാനം എടുത്തതല്ല, നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ കൊടുത്തതാകുന്നു. സങ്കീർത്തനം 2:7. വീണ്ടും മൽക്കിസദേക്കിന് ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് സങ്കീർത്തനം 110 നാം വായിക്കുന്നു. കണ്ടില്ലേ? ആ ഭാഗം അറിയാമല്ലോ. ഗത്സമന തോട്ടത്തിലുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയും പിതാവിന്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നതും തന്നെ അനുസരണം പഠിച്ച എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ക്രൂശ് സഹിച്ച കർത്താവിന്റെ ദിവ്യ സ്വഭാവം തന്നെ അനുസരണം പഠിച്ച് തികഞ്ഞ മഹാപുരോഹിതനായി നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്തു നമ്മളെ സഹായിപ്പാൻ മതിയായ രക്ഷകനാണ്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മുമ്പ് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞാണ്, നമ്മൾ പല പ്രാവശ്യം പെയ്ത മഴ കുടിച്ചിട്ട് വീണ്ടും മുള്ളും ഞെരിഞ്ഞലും മുളപ്പിക്കുന്നുവെങ്കിൽ ചുട്ടുകളൊക്കെ എത്ര അവസാനം. ഇനി നമുക്ക് 7-ാമത്തെ അധ്യായത്തിലേക്കാണ്. 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്കിന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തതായും അദ്ദേഹം അബ്രഹാമിനെ അനുഗ്രഹിച്ചതായും നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. 14-18 വരെ. ദശാംശം വാങ്ങി അനുഗ്രഹിച്ചവൻ അബ്രഹാമിനേക്കാൾ എത്ര വലിയവനാണെന്ന് നോക്കുക. കാരണം വലിയ ആളാണ് ചെറിയ ആളിന്റെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങുന്നത്. എന്നിട്ട് ദശാംശം വാങ്ങുക മാത്രമല്ല, മൽക്കീസദേക്ക് എന്ത് ചെയ്തു? അബ്രഹാമിനെ അനുഗ്രഹിച്ചു. വലിയവനാണ് ചെറിയവനെ അനുഗ്രഹിക്കുന്നത്. ചെറിയവൻ വലിയവനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം മൽക്കീസദേക്കിന്റെ കയ്യിൽ നിന്ന് മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കാനും മൽക്കീസദേക്കിനെ അനുഗ്രഹിക്കാനും അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങാനും അബ്രഹാമിനെ അനുഗ്രഹിക്കാനും മൽക്കീസദേക്കിന് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും മൽക്കീസദേക്ക് അബ്രഹാമിനേക്കാളും വലിയവനാണ്. അബ്രഹാമിന് ഒരേ സമയത്ത് തന്നെ പുരോഹിതനും രാജാവുമായിട്ടുള്ള ഒരു മകൻ ഉണ്ടായിട്ടില്ല, ആ സന്തതിയെ ഉണ്ടായിട്ടില്ല. എന്നാൽ വ്യത്യസ്തനായിട്ട് ഒരാളെയാണ് ഇവിടെ നമുക്ക് മൽക്കീസദേക്കിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് നോക്കുക, ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ്. ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന വാക്കിനർത്ഥം. രാജാവ് എന്ന് അർത്ഥമാകുന്നു. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനാണെന്നും അവന്റെ ക്രമപ്രകാരം ഒരുവൻ വരുന്നുവെന്നും ദൈവം അരുളി ചെയ്തിരിക്കുന്ന നോക്കുക. എവിടെയാ? 110-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ ഒരു രാജാവ് വരുന്നു, അങ്ങനെ ഒരു പുരോഹിതൻ വരുന്നു എന്ന് 110-ാമത്തെ സങ്കീർത്തനത്തിൽ യേശു കർത്താവ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം പ്രവചിച്ചിരിക്കുകയാണ്. ആ പ്രവചന പ്രകാരമാണ് യേശു കർത്താവ് ലോകത്തിൽ വന്നത്. അതിന്റെ അർത്ഥം ലേവി പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ലേവിയുടെ കുടുംബത്തിലാണ് പൗരോഹിത്യം പ്രാപിച്ചത്. ആ പൗരോഹിത്യം കൊണ്ടൊരു പൂർണ്ണത വന്നെങ്കിൽ വേറൊരു പുതിയ പൗരോഹിത്യത്തെ കുറിച്ച് പറയൂ? ഇല്ല. ലേവി പൗരോഹിത്യം, അഹരോന്റെ പൗരോഹിത്യം, ലേവി പൗരോഹിത്യം, ആ പൗരോഹിത്യത്താൽ പൂർണ്ണത വന്നു എങ്കിൽ ദൈവം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരാൾ വരുന്നത് പറയും? ഇല്ല. എന്നേക്കും പുരോഹിതനാണെന്ന് പറയും. നിന്റെ ചെങ്കോൽ സിയോനിൽ നിന്ന് നീട്ടിയിരിക്കും, ബലമുള്ള ചെങ്കോൽ സിയോനിൽ നിന്ന് ദൈവം നീട്ടിയിരിക്കുന്നു പറയൂ? മാത്രമല്ല, അവനെ വിളിച്ചിരിക്കുന്ന എന്താണ്? കർത്താവ്. 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. കർത്താവ് എന്നുള്ള വാക്ക് ദൈവത്തെ വിളിക്കുന്നതിന് വേണ്ടി യഹൂദന്മാർ ഉപയോഗിച്ച വാക്കാണ്. അപ്പം കർത്താവ് എന്നവനെ വിളിക്കുന്നു, ബലമുള്ള ചെങ്കോൽ സിയോനിൽ നീട്ടുമെന്ന് പറയാൻ രാജാവ് എന്നവനെ വിളിക്കുന്നു. മാത്രമല്ല, അവനെ കുറിച്ച് വീണ്ടും പറയുന്നു, എന്നേക്കും പുരോഹിതനാണ്. അങ്ങനെ കർത്താവും രാജാവും പുരോഹിതനുമായിട്ടുള്ള ഒരു വ്യക്തി വരുന്നു എന്ന് യേശു കർത്താവ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, ലേവി പൗരോഹിത്യം ലോകത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം പ്രവചനമായിട്ട് പറഞ്ഞു. മനസ്സിലായി? അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലേവി പൗരോഹിത്യം മാറിപ്പോകും,
പുതിയൊരു പൗരോഹിത്യം വരും. ആ പൗരോഹിതൻ രാജാവുമായിരിക്കും, കർത്താവുമായിരിക്കും, പുരോഹിതനുമായിരിക്കും. മനസ്സിലായോ? അപ്പം എന്നും ന്യായപ്രമാണവും പൗരോഹിത്യവും മാറിപ്പോകുന്നു എന്നുമാണ്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനത നിഷ്പ്രയോജന നിമിത്തം നീക്കവും നാം ദൈവത്തോട് അടുക്കുന്നതിന് ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ന്യായപ്രമാണം കൊടുത്ത ദൈവമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ സത്യമാണ്. എന്തുകൊണ്ട് ന്യായപ്രമാണം കൊടുത്തു? യേശു കർത്താവ് ലോകത്തിന് മുഴുവനും പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായിട്ട്, ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് അർപ്പിക്കപ്പെടുന്നതിനുള്ള ആ സമയം വരുന്നത് വരെ മനുഷ്യരെ ഒരുക്കുന്നതിനായി ആ യാഗം കൊണ്ട് മാത്രമേ മനുഷ്യവർഗത്തിന് മൊത്തത്തിൽ രക്ഷയുള്ളൂ. ആ രക്ഷ മനുഷ്യവർഗത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ദൈവം ഒരു സമയം തീരുമാനിച്ചിരുന്നു. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ പുത്രനായിട്ട് മശിഹ രാജാവ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ യാഗമൃഗമായി വരുന്ന മശിഹ രാജാവ് അർപ്പിക്കപ്പെടും എന്നുള്ള ദൈവം തീരുമാനിച്ചു വെച്ചിരുന്ന നിർണയമാണ്. അവൻ വരുന്നത് വരെ ലോകത്തെ ഒരുക്കണം, ജനത്തെ ഒരുക്കണം, വിശ്വാസികളെ ഒരുക്കണം. എങ്ങനെയാണ് ഒരുക്കുന്നത്? പാപത്തെക്കുറിച്ച് ബോധം വരുത്തിക്കണം. പാപത്തിന് പരിഹാരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിനൊരു യാഗം അർപ്പിക്കാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പം പാപത്തെക്കുറിച്ച് ബോധവും വരുത്തി യാഗവും അർപ്പിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചവരെ ദൈവം കൈക്കൊണ്ടു. അവരെന്ത് ചെയ്തു? ദൈവം രക്ഷയ്ക്കായിട്ട് സൂക്ഷിച്ചു. എവിടെ സൂക്ഷിച്ചു? ഷിയോടിൽ. അവരെ പാതാളത്തിൽ സൂക്ഷിച്ചു. അവിടെ യാതനയുണ്ടോ? ഇല്ല. യാതനയില്ലാത്ത പാതാളം. അബ്രഹാമും ലാസറുമായിരുന്ന പാതാളത്തിൽ സൂക്ഷിച്ചു. അല്ലാത്തവരെ ദൈവം യാതനയുള്ള പാതാളത്തിൽ സൂക്ഷിച്ചു. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് മരിച്ചതിന് ശേഷം സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടായി മരിച്ചതിന് ശേഷം അവൻ അധോലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എഫെസ്യർ 4-ാം അധ്യായം പറയും. അവൻ ഇറങ്ങിച്ചെന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. പുതിയ നിയമത്തിൽ നമ്മള് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വായിക്കുന്ന എന്താണ്? ഞാനൊരു മനുഷ്യനെ കുറിച്ച് അറിയുന്നവൻ പറുദീസയോടെ എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് വായിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറുദീസയിലേക്കാണ് പോകുന്നത്, പാതാളത്തിലേക്കല്ല പോകുന്നത്. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ വിശ്വാസിയായിട്ട് മരിക്കുന്നവര് പറുദീസയിലേക്കാണ് പോകുന്നത്, അല്ലാതെ പാതാളത്തിലേക്ക് അല്ല പോകുന്നത്. എന്നാൽ യാതനയില്ലാത്ത പാതാളത്തിലേക്ക് പഴയ നിയമ വിശുദ്ധന്മാർ പോയിരുന്നു. യേശു കർത്താവിന്റെ മരണശേഷം അവരെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. അപ്പൊ അവർക്ക് രക്ഷാപൂർത്തീകരണം വന്ന് കർത്താവ് മരിച്ചതിന് ശേഷം. അതിനു മുമ്പ് അതിന് നിഴലായ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരുക്കപ്പെട്ടവരായിട്ട് അവർ കഴിഞ്ഞു. മനസ്സിലായി? അപ്പൊ പഴയ നിയമം യേശു കർത്താവിലേക്ക് നമ്മെ നയിക്കുന്ന ഒരുക്കത്തിന്റെ വഴിയായിരുന്നു. പുതിയ നിയമം അതിന്റെ പൂർത്തീകരണത്തിന്റെ യഥാർത്ഥമായ രൂപമാണ്. പുതിയ നിയമത്തിൽ കർത്താവിന്റെ മരണത്തോടുകൂടി അതിന്റെ പൂർത്തീകരണം നടന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ താഴോട്ട് നമുക്ക് വായിക്കാം. അതിന്റെ സങ്കീർത്തനം 110:4. അതിന്റെ അർത്ഥം ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നിട്ടില്ല എന്നും ന്യായപ്രമാണവും പൗരോഹിത്യവും മാറിപ്പോകുന്നു എന്നുമാണ്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനത നമ്മളെ രക്ഷിക്കാൻ അത് പ്രാപ്തിയുള്ളതായിരുന്നില്ല. എന്താണ് ബലഹീനത? ആടിന്റെയോ കാളയുടെയോ രക്തത്തിന് നമ്മുടെ പാപത്തെ മാറ്റുവാൻ സാധിച്ചിരുന്നില്ല. അത് വെറും നിഴൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ഒരു പൂർണ്ണതയുള്ള പ്രാപ്തിയുള്ള യാഗം അർപ്പിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതാണ് കർത്താവ് നിവർത്തിച്ചത്. ഇവിടെ അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജന നിമിത്തം നീക്കവും നാം ദൈവത്തോട് അടുക്കുന്നതിന് ഏറെ നല്ല പ്രത്യാശയും സ്ഥാപനവും വന്നിരിക്കുന്നു. ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല. ഒരുക്കം മാത്രമേ നടന്നിട്ടുള്ളൂ. അഹരോന്റെ ക്രമപ്രകാരം പുരോഹിതന്മാർ ആയവർ കൂടാതെ പുരോഹിതന്മാർ ആയവരാണ്. ദൈവം അഹരോന്റെ ക്രമപ്രകാരം പുരോഹിതന്മാരെ നിയമിച്ചപ്പോൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ആണയിട്ട് പറയുന്നു, അനുദപിക്കുകയുമില്ല എന്ന് പറയുന്നില്ല. എന്നാൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനെ കുറിച്ച് പറയുന്നു,
നീ എന്നേക്കും ഒരു പുരോഹിതൻ യഹോവയായ ദൈവം സത്യം ചെയ്തു അനുദപിക്കുകയും ഇല്ല എന്ന് ആണയിട്ട് പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീയോ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്ത് അനുദപിക്കുകയില്ല എന്ന് തന്നോട് സത്യം ചെയ്തവന്റെ ആണയോടുകൊണ്ട് തന്നെ പുരോഹിതനായവനാകുന്നു. അതിനൊത്തവണ്ണം അവൻ വിശേഷതയേറിയ നിയമത്തിന് ഉത്തരവാദിയും ആകുന്നു. ലേവ്യ പുരോഹിതന്മാർക്ക് മരണം നിമിത്തം നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരാരും എന്നേക്കും പുരോഹിതന്മാർ ആയിരുന്നില്ല. അഹരോൻ പോലും എന്നേക്കും പുരോഹിതൻ ആയിരുന്നില്ല. മുടക്കം വന്നതുകൊണ്ട് പുരോഹിതന്മാർ ആയവർ അനേകർ ആണ്. എന്നാൽ ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. ആയതിനാൽ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവരെ പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ